ജോയിയേട്ടൻ പിന്തുണച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എത്തും. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ജോയി മാത്യു നാളെ ഇയാൾ നല്ല ആളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അയ്യോ ദയവേത് എന്നെ പറ്റിയൊന്നും പറയല്ലേ, ഞാൻ വല്ല കുഴപ്പത്തിനും ചാടും എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ജോയി മാത്യു മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാംസ്കാരിക നായകൻ എന്ന് നമ്മൾ ഓർക്കുന്നില്ലേ. കാരശ്ശേരി മാഷ് ആണ് ടെലിവിഷൻ ചർച്ചകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ. കാരശ്ശേരി മാഷ് മിണ്ടിയേയില്ല കുറേ നേരത്തേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ നമ്മൾ RDXൽ ഞാൻ കാരശ്ശേരി മാഷെ പോലുള്ള ആൾ, ഞാനൊക്കെ ബഹുമാനിക്കുന്ന ആൾ പോലും സംസാരിക്കുന്നില്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടായിരിക്കില്ല. പക്ഷേ കാരശ്ശേരി മാഷ് പിന്നീട് ഒരു ചർച്ചയിൽ വന്ന് ഇയാളെ തള്ളി പറഞ്ഞു. അതായത് ഇങ്ങനെ വിചാരിച്ചേയില്ല എന്ന് പറഞ്ഞ് മൈൽഡായിട്ട് തള്ളി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണ്ഡമായിട്ട് ഒപ്പിടുന്ന ഒരു സാംസ്കാരിക നായകരുടെ കൂട്ടമുണ്ട്. അതായത് ഇപ്പോൾ ആശാസമരം എടുക്കുക. ആശാസമരത്തിൽ കുറേയേറെ കാര്യങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സംഗതി അല്ല എന്ന് കുറേയേറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായതിനു ശേഷം പോലും ഇവർ കാണ്ഡമായിട്ട് പേപ്പറിലാണ് ഒപ്പിടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്ക് വേണ്ടി കൊണ്ടുവന്ന അത്രക്ക് വലിയ പേപ്പറുകൾ വേണ്ടി വരുന്ന അത്രക്ക് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കാണാതെ അല്ല. പക്ഷെ അത് പറഞ്ഞാൽ എത്തില്ല, കാരണം ഒരുപാടുണ്ടത്. ഇത്ര ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അനങ്ങിയില്ല. ഒരു സാംസ്കാരിക നായകനും അനങ്ങിയില്ല. ഒരു വാക്ക് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞില്ല. ഇച്ചിച്ചി വാർത്തയാണ് എന്ന മട്ടിൽ ഒരു മാറി നിർത്തുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്താണ് രാഷ്ട്രീയ കേരളം കാണാത്തത്രക്ക് വലിയ ഹിംസയാണ് ഈ നടന്നത്. അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടുകൾ ശരിയായിരുന്നോ എന്ന് കാലങ്ങളോളം ഇനി ചർച്ച ചെയ്യപ്പെടും. ഇതിൻ്റെ തുടർചലനങ്ങൾ ഇതിനേക്കാൾ വലിയ ചർച്ചകളായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അതും 21, 22, 23 വയസ്സുള്ള പെൺകുട്ടികളാണ് ഇങ്ങനൊരു കുറ്റവാളിയുടെ പിടിയിലകപ്പെട്ട് ബുദ്ധിമുട്ടിലായത്. അയാൾ MLA ആയിട്ടിരിക്കുകയാണ്. ഒരു MLA ഒളിവിലാണ് എന്ന കാലം, ഇത്രയും കാലം ഇങ്ങനെ കുറ്റം ചെയ്തിട്ട് ഒളിവിലാണ്. ഈ കാലത്തൊന്നും ഇവർ അടങ്ങിയിരിക്കുകയാണ്. ഇവർ മറ്റ് ചർച്ചകളിലാണ്. ഇവരുടേതായുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സിനിമാ ചർച്ചയും സാഹിത്യ ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സംഗതികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നു ഇതെങ്കിൽ എന്താണ് ഹർഷ ഉണ്ടാകുമായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നിപ്പോൾ ഹൈബിയുടെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ ദിവസം ഹൈബിയുടെ ഇന്നിപ്പം കോൺഗ്രസിനെ ഞാൻ അനുമോദിച്ചതാണ്. കോൺഗ്രസ് ഈ വളരെ കഷ്ടപ്പാട് കടഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നാളെ രാഷ്ട്രീയം പൂട്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. നാളെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ട് അവർ പ്രതിരോധിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളിതാ ഇങ്ങനെ നിലപാടെടുത്തിരിക്കും, നിങ്ങൾ ആരെങ്കിലും നിലപാടെടുത്തോ എന്നൊരു പോയിന്റ് അവർ മുന്നോട്ട് വെക്കുകയാണ്. ശരി, ചെയ്തു കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഹൈബിയുടെ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഹൈബിയുടെ വാളിലാണ് ഞാൻ കണ്ടത്, മുകേഷിനെ നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. ഞാൻ CPM-നകത്തായതുകൊണ്ട് എന്നെ പുറത്താക്കിയില്ല, കോൺഗ്രസിലോ മറ്റാണെങ്കിൽ എന്നെ പുറത്താക്കിയേനെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭയങ്കര ഗംഭീരമായിട്ടുള്ള നിലപാട് ഈ ഘട്ടത്തിലങ്ങ് എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം അഭിനന്ദിക്കാവുന്നൊരു സമയം നമ്മൾ അഭിനന്ദിച്ചാൽ അവരുടെ മേലെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് കരുതിയിട്ടാണ് അഭിനന്ദിക്കുന്നത്. അല്ലാതെ ഇവരെവിടം വരെ എത്തിയപ്പോഴാണ് ഈ കാര്യം ചെയ്തതെന്ന് ആലോചിക്കണം. എവിടം വരെ എത്തിയപ്പോഴാണ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു, കോടതിന് ടെക്നിക്കലി കണ്ടിട്ട് ഇന്ന് ജാമ്യം കൊടുത്തിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇതായിരുന്നോ ചെയ്യുമായിരുന്നത്?